ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് ദ റിവോൾട്ട് ഓഫ് 1857 ആണ്. 1857 കലാപമാണ്. ഇത് ഫസ്റ്റ് മോഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഈ ടോപ്പിക്ക് നമുക്ക് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ റിവോൾട്ട് ഓഫ് 1857, 1857 വിപ്ലവം. അപ്പോൾ ശ്രദ്ധിക്കുക, 1856 ഡൽഹൌസി ഇന്ത്യ വിടുമ്പോഴേക്കും ഇന്ത്യൻ ജനതയുടെ പൊതുബോധം അസ്വസ്ഥാജനകമായി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ പൊതുബോധത്തെ കലുഷിതമാക്കുന്ന ചില നിയമങ്ങൾ കമ്പനി നടപ്പിലാക്കി. അപ്പോൾ ചില നിയമങ്ങൾ കമ്പനി നടപ്പിലാക്കിയതോടെയാണ് ഇത് കലാപത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം വിപ്ലവമാർജിക്കുകയും അത് 1857 ഒരു ജനകീയ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഓക്കെ, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ കമ്പനി സൈന്യത്തിലെ ഇന്ത്യൻ വംശജരായ ശിപ്പായിമാർ എന്നറിയപ്പെടുന്ന സൈനികരാണ്. അപ്പോൾ ശിപ്പായിമാർ എന്നറിയപ്പെടുന്ന ആരാണ്? സൈനികർ. അപ്പോൾ ശിപ്പായിമാർ എന്നറിയപ്പെടുന്ന സൈനികരാണ് കലാപം ആരംഭിച്ചത്. പക്ഷേ അവരാണ് കലാപം ആരംഭിച്ചതെങ്കിലും തുടർന്ന് ആയിരക്കണക്കിന് കർഷകർ, തൊഴിലാളികൾ മറ്റും ചേർന്നിട്ട് അത് ഏറ്റെടുത്ത് ഒരു വിപ്ലവമാക്കി മാറ്റുകയായിരുന്നു. അപ്പോൾ കലാപം തുടങ്ങിയത് ശിപ്പായിമാരാണ്. അതിന് കാരണങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കലാപം തുടങ്ങിയത് ശിപ്പായിമാരാണെങ്കിലും അത് ഏറ്റെടുത്തൊരു വിപ്ലവമാക്കി മാറ്റിയത് ആരാണ്? ആയിരക്കണക്കിന് കർഷകരും തൊഴിലാളികളും മറ്റും ചേർന്നാണ്. അപ്പോൾ 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിൽ തുടങ്ങിയ പ്രതിഷേധം എവിടെയാണ്? ഉത്തർപ്രദേശിലെ മീററ്റ്. ഉത്തർപ്രദേശിലെ മീററ്റിൽ തുടങ്ങിയ പ്രതിഷേധം വളരെ പെട്ടെന്ന് തന്നെ പഞ്ചാബ് മുതൽ നർമ്മദ വരെയും രജപുത്താന മുതൽ ബീഹാർ വരെയും ഉള്ള വിശാലമായ പ്രദേശങ്ങളിൽ ഒരു ജനകീയ വിപ്ലവമായിട്ട് മാറി. 2 വർഷങ്ങൾ കൊണ്ടാണ് ബ്രിട്ടീഷ് സൈന്യത്തിന് കലാപം അടിച്ചമർത്താൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ നമുക്ക് നോക്കാം, 2 വർഷമെടുത്തു ബ്രിട്ടീഷ് സൈന്യം ഈ സമരത്തെ അടിച്ചമർത്താൻ, ഈ വിപ്ലവത്തെ അടിച്ചമർത്താൻ. അപ്പോൾ ഈ വിപ്ലവം അടിച്ചമർത്താൻ കഴിഞ്ഞെങ്കിലും അത് ഉയർത്തിയ ഊർജം ഇന്ത്യയിൽ പിൽക്കാലത്ത് നടന്ന എല്ലാ സമരങ്ങൾക്കും ഒരു പ്രചോദനമായി. അത് നമുക്കൊരു റിസൾട്ടായിട്ട് പറയാം. അതായത് എന്താണ്? വിപ്ലവം അടിച്ചമർത്താൻ കഴിഞ്ഞെങ്കിലും അത് ഉയർത്തിയ ഊർജം ഇന്ത്യയിൽ പിൽക്കാലത്ത് നടന്ന എല്ലാ സമരങ്ങൾക്കും പ്രചോദനമായി. കൂടാതെ വിപ്ലവാനന്തരം ബ്രിട്ടീഷ് ഇന്ത്യയിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ എന്തൊക്കെ വരുത്തി? ചേഞ്ചസ് വരുത്തി. ഓക്കെ, അപ്പോൾ ആ ചേഞ്ചസൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അതിനുള്ള കാരണങ്ങളാണ്. നമ്മൾ 1857 റിവോൾട്ടിൻ്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാരണങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അത് ഒന്നാമത്തെ എക്കണോമിക് കോസസ്, അതായത് സാമ്പത്തികപരമായ കാരണങ്ങൾ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്, റിലീജിയസ് മതപരമായ കാരണങ്ങളുണ്ട്, സോഷ്യൽ സാമൂഹ്യപരമായ കാരണങ്ങളുണ്ട്, മിലിറ്ററി സൈനികരമായ കാരണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ എന്താണ് പ്രധാന കാരണം? ഓക്കെ, ഇന്ത്യയിൽ പ്രധാന കാരണത്തിൽ വരുന്നത് ഇന്ത്യയിലെ സാമ്പത്തിക ചൂഷണത്തിന് എതിരെ ഉയർന്നു വന്ന ജനരോഷമാണ്. ഇന്ത്യയിൽ സാമ്പത്തിക ചൂഷണത്തിന്
എതിരെ ഉയർന്നു വന്ന ജനരോഷം തന്നെയാണ് വിപ്ലവത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം. എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് സാമ്പത്തിക കാരണങ്ങളായിട്ട് വരുന്നത്? കമ്പനിയുടെ വൻതോതിലുള്ള ചൂഷണം ഇന്ത്യയിലെ പരമ്പരാഗത സമ്പദ്ക്രമത്തെ എന്ത് ചെയ്തു? തകർത്തു. അതിനോടൊപ്പം തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാരെ എന്താക്കി മാറ്റി? ദരിദ്രരാക്കി മാറ്റുകയും ചെയ്തു. കർഷകർ, അതുപോലെ തന്നെ ട്രഡീഷണലായിട്ട് പരമ്പരാഗത കൈത്തൊഴിലാളികൾ അടങ്ങുന്ന അടിസ്ഥാന വർഗമാണ് ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയരായത്. അപ്പോൾ കമ്പനി നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ സാധാരണ കർഷകരെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന, അതായത് സാധാരണ കർഷകരെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകളെ എന്ത് ചെയ്യേണ്ടി വന്നു? ആശ്രയിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ മറ്റു വഴികളില്ലാതെ കൃഷിഭൂമി തന്നെ കർഷകർക്ക് കൈയൊഴിയേണ്ടി വന്നു. 1770-നും 1857-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഇടയ്ക്കിടെ എന്തുണ്ടായിരുന്നു? ക്ഷാമം ഉണ്ടായിരുന്നു. ഈ ക്ഷാമം സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ എന്താക്കി മാറ്റി? ദുരിതപൂർണമാക്കി മാറ്റി. ഇന്ത്യയിലെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് ചോർത്തിക്കൊണ്ടുപോയതോടൊപ്പം തന്നെ കമ്പനി ഉദ്യോഗസ്ഥർ, ഇംഗ്ലീഷുകാർ എന്നിവർ സ്വന്തം നിലയിൽ വൻ നേട്ടങ്ങൾ എന്ത് ചെയ്തു? കൊയ്തു. ഇന്ത്യയിലെ പരമ്പരാഗതമായ കുടിൽ വ്യവസായത്തെ തകർത്തുകൊണ്ടാണ് ഇംഗ്ലീഷുകാർ ഈ രാജ്യത്തെ ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങളുടെ വൻ കമ്പോളമാക്കി മാറ്റിയത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ കുടിൽ വ്യവസായങ്ങളിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ബ്രിട്ടീഷ് ഫാക്ടറി നിർമ്മിത ഉൽപ്പന്നങ്ങളുമായി കമ്പോളത്തിൽ മത്സരിക്കാൻ പോലും പ്രാപ്തി ഉണ്ടായിരുന്നില്ല. ഇത് ഇന്ത്യയിൽ നിർവ്യവസായവൽക്കരണത്തിന് വഴിയൊരുക്കി. അതായത് വ്യവസായം എന്തായി മാറ്റി? ഇന്ത്യയുടെ വ്യവസായത്തെ പ്രതികൂലമായിട്ട് ഇത് ബാധിച്ചു. ഇനി നമുക്ക് നോക്കാം. രാഷ്ട്രീയപരമായ പല കാരണങ്ങളും ഈ വിപ്ലവത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്? എക്കണോമിക്കലായി സാമ്പത്തികപരമായ കാരണങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി എന്താണ് അടുത്ത് നോക്കാം. സബ്സിഡറി അലയൻസ് നമ്മൾ പഠിച്ചതാണ്, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ് സബ്സിഡറി അലയൻസ്. അതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. അപ്പോൾ വെല്ലസ്ലിയുടെ സബ്സിഡറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ, പിന്നെ ഡൽഹൌസി കൊണ്ടുവന്ന എന്താണ്? ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഇതൊക്കെ ലയനക്കരാറാണ് അല്ലേ? അതായത് സൈനിക സഹായ വ്യവസ്ഥ, അതുപോലെ തന്നെ ഡൽഹൌസിയുടെ ലയന സിദ്ധാന്തം, ഇതൊക്കെ ഇന്ത്യൻ നാട്ടുരാജ്യ ഭരണാധികാരികളെ എന്താക്കി മാറ്റി? കമ്പനിയുടെ ശത്രുക്കളാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ അവരിൽ പലരും 1857 വിപ്ലവത്തിൽ സജീവ പങ്കാളിത്തം വഹിച്ചിരുന്നു. അങ്ങനെ സൈനിക സഹായ വ്യവസ്ഥ, സബ്സിഡറി അലയൻസിലൂടെ പല നാട്ടുരാജ്യങ്ങളെയും അതായത് കമ്പനിക്ക് കീഴിൽ കൊണ്ടുവരാൻ വെല്ലസ്ലിക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ എല്ലാ നാട്ടുരാജ്യ അധികാരികളുടെയും മുമ്പിൽ അതൊരു ഭീഷണിയായിട്ട് നിലനിന്നു. ഇന്ത്യൻ നാട്ടുരാജാക്കന്മാർ പാരമ്പര്യമായി അംഗീകരിച്ചിരുന്ന അനന്തരാവകാശിയെ ദത്തെടുക്കാൻ ഏകപക്ഷീയമായി നിരോധിച്ച ഡൽഹൌസി നാട്ടുരാജ്യ ഭരണാധികാരികളുടെ നിലനിൽപ്പിനെയാണ് ചോദ്യം ചെയ്തത്. ഓക്കെ, അപ്പോൾ ലയന സിദ്ധാന്തം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഡൽഹൌസി നിരവധി നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തു? കീഴടക്കി. കമ്പനി പ്രദേശത്തോട് കൂട്ടിച്ചേർത്ത്, അതായത് ഈ നാട്ടുരാജ്യങ്ങളൊക്കെ എന്ത് ചെയ്തു? കമ്പനി പ്രദേശത്തോട് എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ ഝാൻസിയിലെ റാണി ലക്ഷ്മിബായിയുടെ സംരക്ഷണത്തിൽ വളർന്ന ദത്തുപുത്രനെ അംഗീകരിക്കാൻ
വിസമ്മതിച്ച ഡൽഹൌസി ആ രാജ്യത്തെ ഏകപക്ഷീയമായി കമ്പനി പ്രദേശത്തോട് കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതുപോലെ തന്നെ മറാഠ ഭരണാധികാരിയായിരുന്ന പേഷ്വാ ബാജിറാവുവിൻ്റെ ദത്തുപുത്രനായ നാനാ സാഹിബിന് പിന്തുടർച്ചാവകാശം നിഷേധിച്ച കമ്പനി നാനാ സാഹിബിനെ അധികാരത്തിൽ നിന്നു പുറത്താക്കുകയും ചെയ്തു. ഇതേപോലെ സത്താറയിലെയും ദത്തുപുത്രനെ അംഗീകരിക്കാതെ ആ രാജ്യവും കമ്പനി പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡോക്ടർ ഓൺ ലാബ്സ് ദത്താവകാശ നിരോധന നിയമത്തിലൂടെ ഏതൊക്കെ പ്രദേശങ്ങളാണ് കമ്പനിയുടെ അധീനതയിലായത്, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് കാരണങ്ങളായിട്ട് നമുക്ക് മാറ്റാം? പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായ കാരണങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ശരിയായ രീതിയിൽ ഭരണം നടത്തുന്നില്ലെന്ന മുടന്ത ന്യായം പറഞ്ഞ് അവധ് രാജ്യം കമ്പനി പിടിച്ചെടുത്തു. അത് മറ്റ് നാട്ടുരാജാക്കന്മാരിൽ ഭീതി പടർത്തി. അതായത് ഏത് സമയത്തും തങ്ങളുടെ അധികാരവും പദവിയും നഷ്ടപ്പെട്ടേക്കാമെന്ന് ഭയം അവരെ കമ്പനി ഭരണത്തിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ ഇന്ത്യൻ ഭരണാധികാരികളുമായി കമ്പനി ഉണ്ടാക്കിയ എല്ലാവിധ കരാറുകളും ഏകപക്ഷീയമായി ലംഘിക്കുന്ന കമ്പനി നിലപാട് കമ്പനിയുടെ വിശ്വാസ്യതയും, അതായത് കമ്പനിയുടെ വിശ്വാസ്യതയിൽ എന്തായി വിള്ളലുകൾ സൃഷ്ടിച്ചു. ഓക്കെ. അതുപോലെ തന്നെ മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രാധാന്യമുള്ള ചുവപ്പ് കോട്ടയിൽ നിന്നും ഡൽഹി നഗരത്തിന് പുറത്ത് ഒരു സാധാരണ വീട്ടിലേക്ക് താമസം മാറണമെന്ന് 1849 ഡൽഹൌസി ആവശ്യപ്പെട്ടു. അങ്ങനെ മുഗൾ ഭരണാധികാരിയിൽ നിന്നും ചക്രവർത്തി എന്ന ബഹുമതി പദം എടുത്തു മാറ്റുകയും പകരം പ്രിൻസ് എന്ന താരതമ്യേന ചെറിയ പദവി നൽകുകയും ചെയ്തു. ഇപ്പോൾ ഡൽഹൌസി നടപ്പിലാക്കിയ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. മുഗൾ ഭരണാധികാരികളുടെ ആ പദവി, ചക്രവർത്തി എന്ന പദവി എന്ത് ചെയ്തു? എടുത്തു മാറ്റി. പകരം എന്താക്കി മാറ്റി? പ്രിൻസ് എന്ന ഒരു ചെറിയ പദവി നൽകുകയും ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ അത് എന്തൊക്കെയാണ് രാഷ്ട്രീയപരമായ കാരണങ്ങൾ, പൊളിറ്റിക്കൽ കോസസിൽ ഇതൊക്കെ വരും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? എക്കണോമിക്കൽ, സാമ്പത്തികപരമായ കാരണങ്ങൾ. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടത് മതപരമായ കാരണത്തിലേക്ക് നമുക്ക് കടക്കാം. എന്തൊക്കെയാണ് അതിൽ വരുന്നത്? കമ്പനി ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുരോഗമന സ്വഭാവമുള്ള പരിഷ്കരണങ്ങളെ എന്ത് ചെയ്തു? എതിർത്ത ഒരു വിഭാഗം ഇന്ത്യൻ ജനതയുടെ മതവിശ്വാസങ്ങളിലും അതുപോലെ തന്നെ ആചാരങ്ങളിലും വിദേശികൾ കടന്നു കയറുകയാണെന്ന് പ്രചരണം നടത്തി. അപ്പോൾ ഇന്ത്യയിൽ മതപരിവർത്തനം വ്യാപകമാക്കാൻ ക്രിസ്ത്യൻ മിഷണറിമാരെ സഹായിക്കാനാണ് കമ്പനി ഇത്തരം ഇടപെടലുകൾ നടത്തുന്നതെന്നും വ്യാഖ്യാനിക്കപ്പെട്ടു. അപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാർ ഹിന്ദു മതത്തിലെയും ഇസ്ലാം മതത്തിലെയും വിശ്വാസികൾക്കിടയിൽ നിലനിന്ന അനാചാരങ്ങളെ പരസ്യമായി വിമർശിക്കുന്നതും അതുപോലെ തന്നെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അസ്വസ്ഥരാക്കി. കമ്പനി ഗവൺമെൻറ് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് നൽകിയിരുന്ന സാമ്പത്തിക സഹായവും സംരക്ഷണവും പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കി. അപ്പോൾ എന്താ ചെയ്തത്? കമ്പനി ഗവൺമെൻറ് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് എന്ത് നൽകി? സാമ്പത്തിക സഹായം നൽകി, സംരക്ഷണം നൽകി. ഇനി മറ്റൊന്നാണ് നമ്മൾ പഠിച്ച സതി. അതായത് സതി നിർത്തൽ ചെയ്തു, അല്ലേ? പിന്നെ ശൈശവ വിവാഹം നിരോധിച്ചു. എൻകറേജിങ് വിഡോ റീമാരേജ് ലീഗലി. അതുപോലെ തന്നെ
വിധവാ വിവാഹം, അല്ലേ, ചൈൽഡ് മാരേജ് എന്ത് ചെയ്തു, ശൈശവ വിവാഹം നിരോധിച്ചു, സതി നിർത്തലാക്കി, അതുപോലെ തന്നെ വിഡോ റീമാരേജ്, വിധവാ വിവാഹം അനുവദിച്ചു. ഇതൊക്കെ ഒരു പ്രോഗ്രസ് ആണ്, ഒരു പുരോഗമനപരമായ ഒരു കാര്യമാണ്. എങ്കിലും അത് ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും അവയെ വീക്ഷിച്ചത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അവരുടെ മതവിശ്വാസങ്ങളിലും പാരമ്പര്യങ്ങളിലുമുള്ള കടന്നുകയറ്റമായിട്ടാണ്. കാരണം ഇതൊക്കെ ഒരു പുരോഗമനമാണ്, ഒരു കമ്പനി ചെയ്ത പുരോഗമനമായിട്ട് നമ്മൾ എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പുരോഗമനമൊക്കെ ആണെങ്കിലും യഥാർത്ഥത്തിൽ ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അവരുടെ മതവിശ്വാസങ്ങളിലും പാരമ്പര്യങ്ങളിലുമുള്ള കടന്നുകയറ്റമായിട്ടാണ് അവർ കണ്ടത്. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അധിനിവേശം നടത്തുന്നതിന് മുമ്പ് ഇന്ത്യയിൽ വിദ്യാഭ്യാസം നിയന്ത്രിച്ചിരുന്ന ബ്രാഹ്മണന്മാരും അതുപോലെ തന്നെ മുല്ലമാരും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിന് എതിരെ ശക്തമായി എതിർത്തു. അപ്പോൾ ഒരു പാശ്ചാത്യ വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത് ആരാണ്? കമ്പനി, ബ്രിട്ടീഷുകാരാണ്. പക്ഷെ ഇതിനെതിരെ എതിർത്തിരുന്നു ആര്? ബ്രാഹ്മണരും മുല്ലമാരുമൊക്കെ എതിർത്തിരുന്നു. ഓക്കെ, അപ്പോൾ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടത്തിയാലും, അതായത് പൈതൃക സ്വത്തിന് അവകാശമുണ്ടായിരിക്കുമെന്ന പിന്തുടർച്ചാവകാശ നിയമം കമ്പനി പാസാക്കിയത് ഇന്ത്യയെ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണെന്ന് സാധാരണ ഇന്ത്യക്കാർ വിശ്വസിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു കടന്നുകയറ്റം, മതപരമായൊരു കടന്നുകയറ്റം, അവരുടെ മതപരമായ കാര്യങ്ങളിൽ, അല്ലേ, ബ്രിട്ടീഷുകാരുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കമ്പനി ഗവൺമെൻറ് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് നൽകിയിരുന്ന പരിഗണന, അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം നൽകിയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റിലീജിയസ് വേണ്ട മതപരമായ കാരണത്തിൽ നമ്മൾ എടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത് ശ്രദ്ധിക്കാം, സാമൂഹ്യപരമായ കാരണങ്ങൾ എന്തൊക്കെയാണ്. സാമൂഹ്യപരമായ നിരവധി, അതായത് സോഷ്യൽ കോസസിൽ നമുക്ക് പഠിക്കേണ്ടത് നിരവധി കാരണങ്ങൾ, നിരവധി ഘടകങ്ങൾ വിപ്ലവത്തിന് കാരണമായിട്ടുണ്ട്. അതായത് സാമൂഹ്യപരമായിട്ടുള്ള നിരവധി ഘടകങ്ങളും വിപ്ലവത്തിന് എന്തായിട്ടുണ്ട്? കാരണമായിട്ടുണ്ട്. ഇന്ത്യയിലെത്തിയ ഇംഗ്ലീഷുകാർ ഇന്ത്യക്കാരുമായി അകലം പാലിക്കുകയും അവരെ അകറ്റി നിർത്തുകയും ചെയ്തിരുന്നു. കാരണം ഇന്ത്യക്കാരുമായി താരതമ്യം ചെയ്താൽ എല്ലാ അർത്ഥത്തിലും ഇംഗ്ലീഷുകാർ ഉന്നത സ്ഥാനീയരാണെന്ന ബോധമാണ് ഇംഗ്ലീഷുകാരെ ഇന്ത്യക്കാരിൽ നിന്നും അകറ്റി നിർത്താൻ കാരണമായത്. അപ്പോൾ ഇന്ത്യക്കാരിൽ നിന്ന് എന്ത് ചെയ്തിരുന്നു? ഒരു അകറ്റി നിർത്തിയിരുന്നു. ശ്രദ്ധിക്കാം, എന്താ അവർ അങ്ങനെ, അതിന് പ്രധാന കാരണം എന്താ? ഇന്ത്യക്കാരുമായി താരതമ്യം ചെയ്താൽ എല്ലാ അർത്ഥത്തിലും ഇംഗ്ലീഷുകാർ ഉന്നത സ്ഥാനീയരാണെന്ന ബോധമാണ് ഇംഗ്ലീഷുകാരെ ഇന്ത്യക്കാരിൽ നിന്ന് എന്ത് ചെയ്ത് അകറ്റി നിർത്താൻ കാരണം. അപ്പോൾ കമ്പനി ഭരണത്തിലെ ഉയർന്ന ഔദ്യോഗിക പദവികൾ, കമ്പനി ഭരണത്തിലെ ഉയർന്ന ഔദ്യോഗിക പദവികൾ ഒന്നും തന്നെ ഇന്ത്യക്കാർക്ക് എന്തില്ല, നൽകിയിരുന്നില്ല. അതുകൂടാതെ ഇന്ത്യക്കാർക്ക് നൽകിയിരുന്ന വേതനം വളരെ എന്തായിരുന്നു? തുച്ഛമായ വേതനമാണ് എന്ത് ചെയ്ത് ഇന്ത്യക്കാർക്ക് നൽകിയിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആക്രമണകാരികൾ ഇന്ത്യയിൽ തന്നെ എന്താക്കി? സ്ഥിരതാമസമാക്കിയപ്പോൾ ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കാതെ ഇന്ത്യയിലെ സമ്പത്ത് കൊള്ളയടിച്ചു. അപ്പോൾ ഇന്ത്യയിലെ സമ്പത്ത് എന്ത് ചെയ്തു? കൊള്ളയടിച്ച് കൊണ്ടുപോവുക മാത്രമാണ് ലക്ഷ്യമാക്കിയത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇംഗ്ലീഷുകാർക്ക് മാത്രമായി റിസർവ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ത്യക്കാർക്ക് എന്തില്ലായിരുന്നു? പ്രവേശനമേ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ എന്താണ്? സാമൂഹ്യപരമായ കാരണങ്ങളാണ്, സോഷ്യൽ കോസസിൽ വരുന്നതാണ്. അപ്പോൾ പൊതുവെ ഇന്ത്യക്കാർ ഇംഗ്ലീഷുകാരെ വിദേശികളായി തന്നെ കാണുകയും
അവരുടെ പ്രവൃത്തികൾ സംശയത്തോടെ മാത്രം വീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇനി മറ്റൊന്നാണ്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പാശ്ചാത്യ നിയമ സംവിധാനം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ പാരമ്പര്യമോ ആചാരങ്ങളോ കീഴ്വഴക്കങ്ങളോ പരിഗണിച്ചിരുന്നില്ല. അവർ എന്താ ചെയ്തത്? ഇന്ത്യയിൽ നടപ്പിലാക്കിയ ജുഡീഷ്യൽ സമ്പ്രദായം, ദ ജുഡീഷ്യൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പനി. ഓക്കെ, അവരെന്താണ്? ജുഡീഷ്യൽ സമ്പ്രദായം, അവർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ജുഡീഷ്യൽ സമ്പ്രദായം സാധാരണക്കാരന് എന്താ അപ്രാപ്യമായ രീതിയിൽ ചെലവേറിയതായിരുന്നു. കമ്പനിയുടെ നീതിന്യായ സംവിധാനത്തിൽ അഴിമതി നിലനിൽക്കുകയും തീരുമാനങ്ങൾ അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും സമ്പന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് അനുകൂലവുമായിരുന്നു. അങ്ങനെ ഇന്ത്യക്കാരോട് എന്ത് ചെയ്തു? വിവേചനം പ്രകടമായിരുന്നു. അപ്പോൾ ഇന്ത്യക്കാരോട് വിവേചനം എന്തായി? പ്രകടമായി. അപ്പോൾ ഇതൊക്കെ സാമൂഹിക കാരണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ജുഡീഷ്യൽ സമ്പ്രദായം. ഓക്കെ, ഇനി മറ്റൊരു കാരണത്തിലേക്ക് നമുക്ക് കടക്കാം. മിലിറ്ററി സിസ്റ്റം, സൈനികരമായ കാരണങ്ങളിലേക്ക് നമുക്ക് പോവാം. അതായത് വിദേശികൾക്ക് എല്ലാ തലത്തിലും പ്രത്യേക സൗകര്യങ്ങൾ അനുവദിച്ചപ്പോൾ ഇന്ത്യക്കാരെ തരം താഴ്ത്തുന്ന രീതിയിലായിരുന്നു പൊതുവെ കമ്പനിയുടെ സൈനിക സമ്പ്രദായം. അപ്പോൾ എന്താണ് സൈനിക സമ്പ്രദായം? എന്താണ് അവർ നടത്തിയിരുന്നത്? ഇന്ത്യക്കാർ നിയമിക്കപ്പെട്ടിരുന്നത് സൈന്യത്തിലെ ഏറ്റവും താഴെയുള്ള പദവിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ സൈന്യത്തിലെ ഏറ്റവും താഴെയുള്ള പദവിയാണ്. ഓക്കെ, ഇന്ത്യക്കാരെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള ഒരു കമ്പനിയുടെ സൈനിക സമ്പ്രദായം തന്നെയാണത്. ഇന്ത്യക്കാർ നിയമിക്കപ്പെട്ടിരുന്നത് സൈന്യത്തിലെ ഏറ്റവും താഴെയുള്ള പദവിയിലാണ്. അവർക്ക് യാതൊരുവിധ പ്രൊമോഷനും നൽകിയിരുന്നില്ല. ജോലിയിൽ കയറിയ കാലത്തെ ഔദ്യോഗിക പദവിയിൽ അവർക്ക് തുടരേണ്ടി വന്നു. അതായത് എങ്ങനെയാണ് ജോലിയിൽ കയറിയത് ആ ഒരു പദവി തന്നെയാണ് അവർക്ക് നൽകിയിരുന്നത്. യാതൊരു പദവിയും അവർക്ക് നൽകിയിരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇന്ത്യൻ സിപ്പായിമാരെ അവരുടെ സമ്മതം നോക്കാതെ വിദേശ രാജ്യങ്ങളിൽ യുദ്ധം എന്ത് ചെയ്തു? ചെയ്യാൻ അയച്ചത് അവരിൽ പലരുടെയും മതവിശ്വാസങ്ങൾക്ക് എതിരായിരുന്നു. അപ്പോൾ സമ്മതം പോലും നോക്കാതെയാണ് എന്ത് ചെയ്ത് അവരെ വിദേശ രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? യുദ്ധത്തിനൊക്കെ വേണ്ടിയിട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവരിൽ എന്തായി? പലരുടെയും മതവിശ്വാസങ്ങൾക്ക് എതിരായിരുന്നു. കാരണം എന്താ? സമുദ്രാനന്തര യാത്രകൾ നടത്തുന്നത് ദോഷമാണെന്ന മതപരമായ വിശ്വാസം ഹിന്ദു സിപ്പായിമാരിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി യുദ്ധം ചെയ്യുന്ന സിപ്പായിമാർക്ക് നൽകി വന്നിരുന്ന സ്പെഷ്യൽ അലവൻസ് ഡൽഹൌസി നിർത്തലാക്കി. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് യുദ്ധം ചെയ്ത് വരുമ്പോൾ പ്രത്യേക അലവൻസ് കൊടുത്തിരുന്നു. അത് നമ്മുടെ എന്ത് ചെയ്തു? ഡൽഹൌസി അല്ലേ? ഡൽഹൌസി എന്ത് ചെയ്തു? നിർത്തലാക്കി. അതതിനാ നമ്മുടെ ഉദ്ദേശം എന്താ? അദ്ദേഹം നടപ്പിലാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദത്താവകാശ നിരോധന നിയമമൊക്കെ നടപ്പിലാക്കി. എന്താ ചെയ്ത്? കമ്പനി, അതായത് നാട്ടുരാജ്യങ്ങളൊക്കെ ഇംഗ്ലീഷ് കമ്പനിയുടെ അധീനതയിലാക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ആണ് അല്ലേ? പല നിയമങ്ങൾ കൊണ്ടുവരിക, ചില നിയമങ്ങൾ എന്ത് ചെയ്യുക? ഉണ്ടായിരുന്ന നിയമങ്ങൾ എന്ത് ചെയ്യുക? നിർത്തലാക്കുക. അപ്പോൾ സിപ്പായിമാർക്ക് നൽകി വന്ന സ്പെഷ്യൽ അലവൻസ് ഡൽഹൌസി എന്ത് ചെയ്തു? നിർത്തലാക്കി. അപ്പോൾ പുതിയതായി സൈന്യത്തിൽ ചേരുന്നവർക്ക് പെൻഷന് അർഹതയുണ്ടായിരുന്നുവെങ്കിലും അല്ലേ, അതായത് പുതിയതായിട്ട് സൈന്യത്തിൽ ചേർന്നാൽ എന്താ? ചേർന്നവർക്ക് എന്തില്ല? പെൻഷന് ഉണ്ടായിരിക്കില്ലെന്നും പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പം നിലവിൽ അവിടെ പെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ എന്താണ്? പുതിയതായി സൈന്യത്തിൽ ചേരുന്നവർക്ക് പെൻഷന് അർഹതയുണ്ടാവില്ലെന്നും പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ നിലവിലുള്ള ശിപ്പായിമാരുടെ പെൻഷൻ സാധ്യതകളും ഇവിടെ എന്തായി? അല്ലേ? യാതൊരുവിധ ആനുകൂല്യങ്ങളും അവർക്ക് ഉണ്ടായിരുന്നില്ല സോൾജേഴ്സിന്. അപ്പോൾ ഇതിൽ എന്താ? നിലവിലുള്ള ശിപ്പായിമാരുടെ പെൻഷൻ സാധ്യതകളും അവസാനിപ്പിച്ചേക്കുമെന്ന് അവർ സ്വാഭാവികമായും ഭയപ്പെട്ടു.
ആ ഭയപ്പെടേണ്ട കാര്യം എന്താ, യഥാർത്ഥത്തിൽ ഭയപ്പെടണോ? കാരണം ഈ നിയമവും പിന്നീട് എന്താക്കും, അത് നിർത്തലാക്കും. പിന്നെ ശ്രദ്ധിക്കുക, ബൈ 1857 1857 വിപ്ലവത്തിന് തൊട്ട് മുമ്പ് ഇംഗ്ലീഷ് ഇന്ത്യൻ സൈന്യത്തിൽ 50,000 വിദേശികളും 2,00,000-ലധികം ഇന്ത്യൻ വംശജരും ആണ് ഉണ്ടായിരുന്നത്. അതിന് ഇന്ത്യൻ സൈന്യത്തെ ബോംബെ, മദ്രാസ്, ബംഗാൾ എന്നിങ്ങനെ പ്രവിശ്യാടിസ്ഥാനത്തിൽ 3 വിഭാഗങ്ങളായിട്ട് വേർതിരിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യൻ സൈന്യത്തെ ബോംബെ, മദ്രാസ്, ബംഗാൾ എന്നിങ്ങനെ എന്തായി, പ്രവിശ്യാടിസ്ഥാനത്തിൽ 3 വിഭാഗങ്ങളായിട്ട് എന്ത് ചെയ്തു, വേർതിരിച്ചു. അവധിൽ നിന്നും ബീഹാറിൽ നിന്നുമുള്ള ഉയർന്ന ജാതിയിൽപ്പെട്ടവരായിരുന്നു ബംഗാൾ ഘടകത്തിലെ ഭൂരിഭാഗം പേരും. അപ്പോൾ ഉയർന്ന ജാതിക്കാരുടെ മേധാവിത്വം മനോഭാവം പലപ്പോഴും ബംഗാൾ സൈന്യത്തിൽ പ്രശ്നങ്ങൾ എന്ത് ചെയ്തിരുന്നു, സൃഷ്ടിച്ചിരുന്നു. അതുപോലെ തന്നെ ഡൽഹൌസി അവധ് പിടിച്ചെടുത്തതിനെ തുടർന്ന് നികുതി അമിതമായി വർദ്ധിപ്പിച്ചത് പരമ്പരാഗത ഭൂവുടമകളെയും സാധാരണ കർഷകരെയും കമ്പനിയോട് ശത്രുത ഉള്ളവരാക്കി മാറ്റി. ഓക്കെ, 1857 ആയപ്പോഴേക്കും വിപ്ലവത്തിനാവശ്യമായ എല്ലാവിധ പാശ്ചാത്തലവും ഉത്തരേന്ത്യയിൽ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ഒരു തീപ്പൊരി മാത്രം മതിയായിരുന്നു ഇനി. അപ്പോൾ അത് ആളിക്കത്താൻ ഒരു തീപ്പൊരി മാത്രം മതിയായിരുന്നു. ഒരർത്ഥത്തിൽ ഈ തീപ്പൊരി ഇന്ത്യൻ സൈനികർക്ക് ഒരു പുതിയ വെടിത്തിര അഥവാ കാർട്രിഡ്ജിൻ്റെ രൂപത്തിൽ അധികാരികൾ തന്നെ നൽകുകയായിരുന്നു. അതിങ്ങനെ പറയാൻ കാരണം, എൻഫീൽഡ് തോക്കിൽ നിറയ്ക്കാനുള്ള വെടിത്തിര സൈനികർ എന്ത് ചെയ്തു, ലേബൽ കടിച്ചു മാറ്റിയാണ് ഉപയോഗിച്ചിരുന്നത്. അവർ എന്ത് ചെയ്തു, എങ്ങനെയാണ് എൻഫീൽഡ് തോക്കിൽ നിറയ്ക്കുന്നതിനുള്ള വെടിത്തിര എങ്ങനെയാണ് സൈനികർ ലേബൽ കടിച്ചു മാറ്റിയാണ് ഉപയോഗിച്ചിരുന്നത്. പശുവിൻ്റെയോ പന്നിയുടെയോ കൊഴുപ്പ് കൊണ്ടാണ് പൊതുവെ കാർട്രിഡ്ജ് എന്ത് ചെയ്ത് ആവരണം ചെയ്തിരുന്നത്. അപ്പോൾ ഇത് അവരുടെ മതപരമായി പന്നി മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ പശു ഹിന്ദുക്കൾക്കും മതപരമായിട്ട് എന്താ, അത് വർജ്യമായിരുന്നു. അപ്പോൾ പുതിയ ബ്രിട്ടീഷ് ഡിസൈൻ അനുസരിച്ച് കൽക്കട്ടയിലെ ഫോർട്ട് വില്യമിൽ പുതിയ കാർട്രിഡ്ജുകൾ നിർമ്മിക്കാൻ തുടങ്ങിയത് 1856 അപ്പോൾ ഗ്രീസിനൊപ്പം ഉപയോഗിക്കാൻ മൃഗക്കൊഴുപ്പ് നൽകിയിരുന്നത് ഇന്ത്യൻ കമ്പനിയായ ഗംഗാധർ ബാനർജി ആൻഡ് കമ്പനി ആയിരുന്നു. അപ്പോൾ അടുത്ത വർഷം ജനുവരി ആയപ്പോഴേക്കും പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പാണ് ഗ്രീസ് കാർട്രിഡ്ജിൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത് സൈനികർക്കിടയിൽ കാട്ടുതീ പോലെ പടർത്തി, അല്ലേ, അത് പടരുകയും ചെയ്തു. അപ്പോൾ സൈനികർക്കിടയിൽ വ്യാപിക്കുന്ന ഊഹാപോഹങ്ങളുടെ ഭീഷണാവസ്ഥ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈനിക സെക്രട്ടറി കേണൽ റിച്ചാർഡ് ബിർക്ക് ഉടൻ തന്നെ വിവാദമായ കാർട്രിഡ്ജുകളുടെ ഉപയോഗം നിർത്തിവെക്കാൻ ഉത്തരവിട്ടു. അപ്പോൾ തോക്കിന് ഗ്രീസിടാൻ സൈനികർക്ക് ഇഷ്ടമുള്ള മിക്സ്ചർ ഉപയോഗിക്കാമെന്നും പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ച ഊഹാപോഹങ്ങൾ ശരിയായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന പ്രഖ്യാപനമാണ് പുതിയ ഉത്തരവുകളെ ഇന്ത്യൻ സൈനികർ മനസ്സിലാക്കിയത്. പുതിയതായി നൽകപ്പെട്ട കാർട്രിഡ്ജ് പൊതിയുന്ന മിനുസമേറിയ പേപ്പറിൽ നേരത്തെ ഉണ്ടായിരുന്ന ഗ്രീസ് തന്നെയാണ് ഉപയോഗിക്കുന്നുവെന്ന മറ്റൊരു അഭ്യൂഹവും പടർന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറി. അപ്പോൾ ഇനി നമുക്ക് കോഴ്സ് ആൻഡ് നാച്ചർ, ഗതിയും സ്വഭാവവും നമുക്ക് നോക്കാം. 1857 മെയ് 10 മീററ്റിലെ ചില ഇന്ത്യൻ ശിപ്പായിമാർ അവരുടെ ഓഫീസർമാരെ വധിച്ചുകൊണ്ടാണ് വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. അപ്പം മീററ്റിലെ സൈനികരുടെ പ്രതിഷേധത്തിന് കാരണമായത് എന്താണ്? ബംഗാളിലെ ഭരത്പൂർ സൈനിക കേന്ദ്രത്തിൽ വെച്ച് യൂറോപ്യൻ മേധാവിയെ ആക്രമിച്ചതിൻ്റെ പേരിൽ
അതുപോലെ തന്നെ മാർച്ചിൽ തൂക്കിലേറ്റപ്പെട്ട മംഗൾ പാണ്ഡെ എന്ന യുവ സൈനികനെതിരെ സ്വീകരിക്കപ്പെട്ട നടപടിയായിരുന്നു. അപ്പോൾ മംഗൾ പാണ്ഡെയുടെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് അസ്വസ്ഥമായ ബരക്പൂരിലെ ഇന്ത്യൻ സൈനിക വിഭാഗത്തെ മുഴുവൻ പിരിച്ചുവിടുകയായിരുന്നു. അപ്പോൾ ജോലി നഷ്ടപ്പെട്ട സൈനികരിൽ ഒരു വിഭാഗം അവധി നിന്നും ഉള്ളവരായിരുന്നു. മംഗൾ പാണ്ഡെയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് അവർ അവധിലെ സാധാരണ ജനങ്ങളോട് വിവരിച്ചു. മംഗൾ പാണ്ഡെയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് അവർ അവധിലെ സാധാരണ ജനങ്ങളോട് വിവരിക്കുകയും ചെയ്തു. ഇനി മീററ്റാണ്. ഉത്തര പശ്ചിമ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രമാണ് മീററ്റ്. ഇന്ത്യൻ ബ്രിട്ടീഷ് റെജിമെൻറ്റുകൾ സ്ഥിതി ചെയ്തിരുന്നത് അവിടം പൂർണ്ണമായും ഒരു സൈനിക മേഖലയായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ 1857 1857 ഏപ്രിലിൽ ഗ്രീസ് കാർഡ്ജുകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ മീററ്റിൽ 85 ശിപ്പായിമാർക്ക് 10 വർഷത്തെ കഠിന ശിക്ഷ വിധിച്ചിരുന്നു. അപ്പോൾ മെയ് 10 കലാപം ആരംഭിച്ചപ്പോൾ ഏത് ടൈമിലാണ്? മെയ് 10 കലാപം മീററ്റിൽ ആരംഭിച്ച്. മെയ് 10 കലാപം ആരംഭിച്ചപ്പോൾ വിപ്ലവകാരികളുടെ ആദ്യ ലക്ഷ്യം ജയിലറകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ട സഹപ്രവർത്തകരെ സ്വതന്ത്രരാക്കുക എന്നതായിരുന്നു. അങ്ങനെ സ്വതന്ത്രരാക്കപ്പെട്ടവരും മറ്റുള്ളവരും ചേർന്ന് ബ്രിട്ടീഷ് ഓഫീസർമാരെ വധിക്കുകയും അവരുടെ താമസ സ്ഥലങ്ങൾ കൊള്ളയടിച്ച് തീയിടുകയും ചെയ്തു. തുടക്കത്തിൽ 1857 മെയ് 10. തുടർന്ന് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്ത സൈനികർ പിറ്റേ ദിവസം രാവിലെ തലസ്ഥാന നഗരിയിൽ എത്തിച്ചേരുകയും ഡൽഹി നഗരം പിടിച്ചടക്കുകയും ചെയ്തു. ഡൽഹിയിലുണ്ടായിരുന്ന ഇന്ത്യൻ സൈനികരും വിപ്ലവകാരികളോടൊപ്പം ചേരുകയും എതിർത്തുനിന്ന യൂറോപ്യൻ സൈനിക മേധാവികളെ വധിക്കുകയും ചെയ്തു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡൽഹി നഗരത്തിന് പുറത്ത് ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്ന നാമമാത്രമായെങ്കിലും മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷായെ വിപ്ലവകാരികൾ ഇന്ത്യയിലെ പുതിയ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ചെയ്തത്? കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷായുടെ അവസ്ഥ. അപ്പം മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷായെ വിപ്ലവകാരികൾ എന്താക്കി? ഇന്ത്യയിലെ പുതിയ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ബഹദൂർ ഷായെ ഇന്ത്യൻ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചതോടെ സൈനിക കലാപത്തിൻ്റെ സ്വഭാവം മാറുകയും അതൊരു വിപ്ലവമായിട്ട് മാറുകയും ചെയ്തു. ഇതോടെ നിരവധി നാട്ടുരാജ്യ ഭരണാധികാരികൾ മുഗൾ ചക്രവർത്തിയോട് കൂറ് പ്രഖ്യാപിക്കുകയും വിപ്ലവത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. അപ്പോൾ ഈ ഘട്ടമായപ്പോഴേക്കും ശിപ്പായി കലാപം എന്തായി? ഒരു ജനകീയ വിപ്ലവമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ കലാപത്തെ 1857 കലാപത്തെ ശിപ്പായി ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാം, ശിപ്പായിമാരാണ് ഇതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കലാപം ശിപ്പായി ലഹള എന്ന് പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ശിപ്പായി കലാപം ഒരു ജനകീയ വിപ്ലവമായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടു. അപ്പോൾ ആദ്യഘട്ടങ്ങളിൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ നിന്ന ബഹദൂർ ഷാ ഇന്ത്യൻ നാട്ടുരാജ്യ ഭരണാധികാരികളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അവർക്ക് നേരിട്ട് കത്തുകൾ എഴുതി എല്ലാ നാട്ടുരാജ്യങ്ങളും ചേർന്ന് ഒരു കോൺഫറൻസി രൂപീകരിക്കാനും ബ്രിട്ടീഷുകാരെ പുറത്താക്കാനും അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഏറെ താമസിക്കാതെ വിപ്ലവം ബംഗാൾ, അവധ്, ബീഹാർ, രോഹിൻഖണ്ഡ്, അതുപോലെ തന്നെ ബുന്ദേൽഖണ്ഡ്, മധ്യ ഇന്ത്യ, അതുപോലെ തന്നെ ബീഹാർ, കിഴക്കൻ പഞ്ചാബ് തുടങ്ങിയ പ്രദേശങ്ങൾ വ്യാപകമായി ചില നാട്ടുരാജ്യ ഭരണാധികാരികൾ വിപ്ലവത്തെ പിന്തുണയ്ക്കാൻ
മടിച്ചു നിന്നപ്പോൾ അവിടങ്ങളിലെ ആയിരക്കണക്കിന് സൈനികരും സാധാരണ ജനങ്ങളും വിപ്ലവത്തിന് സജീവമായ പങ്കാളിത്തം വഹിച്ചു. പ്രാദേശിക തലങ്ങളിൽ കർഷകരും തൊഴിലാളികളും അടങ്ങുന്ന ജനക്കൂട്ടങ്ങൾ അരിവാള്, വടി, അമ്പ്, വില്ല്, മഴു, കുന്തം തുടങ്ങിയ പ്രാകൃതമായ ആയുധങ്ങളുമായിട്ട് തോക്കുധാരികളായ ബ്രിട്ടീഷ് സൈന്യത്തെ ധീരമായിട്ട് നേരിട്ടു. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഒരു ഒറ്റക്കെട്ടാണ് ഈ 1857 റിവോൾട്ട്. എല്ലാവരും ഇതിൽ പങ്കാളിത്തമുണ്ടായിരുന്നു. അപ്പോൾ ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഭൂരിഭാഗം വരുന്ന കർഷകർ, കൈത്തൊഴിലാളികൾ, കച്ചവടക്കാർ, ഭൂ ഉടമസ്ഥർ തുടങ്ങിയ വിവിധ ജനവിഭാഗങ്ങൾ സജീവമായി ഇടപെട്ടതോടെയാണ് ഇതൊരു ജനകീയ വിപ്ലവമായിട്ട് മാറിയത്. പ്രക്ഷോഭത്തിനിടയിൽ ഗ്രാമീണ കടബാധ്യതകൾ രേഖപ്പെടുത്തി വച്ചിരുന്ന അക്കൗണ്ട് ബുക്കുകൾ, പണം പലിശയ്ക്ക് കൊടുക്കുന്നവരുടെ വീടുകളിൽ കയറി പ്രക്ഷോഭകാരികൾ എന്ത് ചെയ്തു? നശിപ്പിക്കുകയും ചെയ്തു. ഇതിൻ്റെ തുടർച്ചയായി റവന്യൂ ഓഫീസുകൾ, കോടതികൾ, മറ്റ് പബ്ലിക് ഓഫീസുകൾ എന്നീ സ്ഥലങ്ങളിലുള്ള രേഖകളും നശിപ്പിക്കപ്പെട്ടു. പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാതെ ബ്രിട്ടീഷുകാരോട് വിധേയത്വം പുലർത്തുന്ന ശിപ്പായിമാരെ ജനങ്ങൾ എന്ത് ചെയ്തു? ബഹിഷ്കരിക്കാൻ തുടങ്ങി. ഓക്കെ, ഒരു ജനകീയമായ ഒരു പ്രക്ഷോഭം, എല്ലാവരും അതിൽ പങ്കാളിത്തം വഹിച്ചു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇനി നേതൃത്വം വഹിച്ചത് ആരൊക്കെയാണെന്ന് നോക്കാം. കാൺപൂരിൽ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മറാഠ നേതാവായിരുന്ന ബാജിറാവിൻ്റെ ദത്തുപുത്രനായ നാനാ സാഹിബാണ്. അപ്പോൾ കാൺപൂരിലെ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആരാണ്? നാനാ സാഹിബ്. അപ്പോൾ മുഗൾ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ അംഗീകരിച്ച അദ്ദേഹം ചക്രവർത്തിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗവർണറായി സ്വയം പ്രഖ്യാപിച്ചു. താന്തിയ തോപ്പി അതുപോലെ തന്നെ അസീമുല്ല എന്നീ 2 പ്രഗത്ഭരായ വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഉദ്യോഗസ്ഥരായി പ്രവർത്തിക്കുകയും ചെയ്തു. ശ്രദ്ധിക്കുക, ലക്നൌവിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അവധ് ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. അപ്പോൾ ലക്നൌവിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ. ഇപ്പോൾ സെമീന്ദർമാരുടെയും സാധാരണ ജനങ്ങളുടെയും ശിപ്പായിമാരുടെയും പിന്തുണയോടെ കമ്പനി സൈന്യത്തിനെതിരെ യുദ്ധം നടത്തിയ ബീഗം ലക്നൌവിലെ ബ്രിട്ടീഷ് റെസിഡൻസിക്ക് നേരെ ആക്രമണം നടത്തിയെങ്കിലും വിജയിച്ചിരുന്നില്ല. അങ്ങനെ വിപ്ലവാനന്തരം ബ്രിട്ടീഷ് ഗവൺമെൻറ് ബീഗത്തിന് പൊതുമാപ്പ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുവെങ്കിലും അത് സ്വീകരിക്കാതെ അവർ നേപ്പാളിലേക്ക് പോവുകയും പുരുഷവേഷം ധരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടുകയും ചെയ്തു. 1857 സെപ്റ്റംബറിൽ ബ്രിട്ടീഷ് സൈന്യം ഡൽഹി തിരിച്ചു പിടിച്ച് വിപ്ലവകാരികൾക്ക് കനത്ത ആഘാതമായി. തടവിലാക്കപ്പെട്ട ബഹദൂർ ഷായെ ബ്രിട്ടീഷുകാർ ബർമ്മയിലേക്ക്, അതായത് ബർമ്മയിലെ റംഗൂണിലേക്ക് നാടുകടത്തി. ഇതോടെ മറ്റ് പ്രദേശങ്ങളിലെ വിപ്ലവങ്ങൾ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർക്ക് എളുപ്പമായി. അപ്പോൾ വിപ്ലവ നേതാക്കന്മാരിൽ ചിലർ യുദ്ധത്തിനിടയിൽ വധിക്കപ്പെട്ടപ്പോൾ മറ്റു ചിലർ നേപ്പാളിലേക്ക് രക്ഷപ്പെട്ടു. അങ്ങനെ ബ്രിട്ടീഷ് സൈന്യം പിടികൂടി പരസ്യമായി വധശിക്ഷ നടപ്പിലാക്കി. 1.5 വർഷത്തോളം നീണ്ടുനിന്ന വിപ്ലവം 1859 അവസാനമായപ്പോഴേക്കും ബ്രിട്ടീഷ് സൈനിക ശക്തിക്ക് മുമ്പിൽ പരാജയപ്പെടുകയായിരുന്നു. ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിലെ ജനങ്ങൾ പൂർണ്ണമായും വിപ്ലവത്തോടൊപ്പം നിന്നപ്പോൾ മറ്റ് ചില പ്രദേശങ്ങളും ജനങ്ങളും പൂർണ്ണമായും വിപ്ലവത്തിൽ നിന്നും വിട്ടുനിന്നു. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലും പശ്ചിമേന്ത്യ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും അതുപോലെ തന്നെ ഭൂരിപക്ഷം നാട്ടുരാജ്യ ഭരണാധികാരികളും വൻകിട സെമീന്ദാർമാർ വിപ്ലവത്തിൽ പങ്കു ചേർന്നിട്ടില്ല. അത് ഒരു ഫെയിലിയർ ആവാനുള്ള ഒരു പ്രധാന കാരണമാണ്.
വിപ്ലവം അടിച്ചമർത്താൻ കമ്പനി അധികാരികളെ സഹായിക്കുകയും ചെയ്തു. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പൊതുവെ വൻകിട സെമീന്ദാർമാർ അടങ്ങുന്ന സമ്പന്ന വിഭാഗം വിപ്ലവത്തിൽ പങ്കെടുക്കാതെ ബ്രിട്ടീഷുകാർക്കൊപ്പം എന്ത് ചെയ്തു? നിലകൊണ്ടു. പ്രക്ഷോഭകാരികൾ ആക്രമിച്ചതിനെ തുടർന്ന് പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ, മണി ലെൻഡേഴ്സ്, പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ പ്രതികാരം എന്ന നിലയിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചു. പൊതുവെ വ്യാപാരികൾ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച മധ്യവർഗക്കാർ എന്നിവർ വിപ്ലവത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു. അപ്പോൾ വിപ്ലവത്തിൽ നിന്നും വിട്ടു നിന്നവർ ആരൊക്കെയാണ്? വ്യാപാരികൾ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച മധ്യവർഗക്കാർ, മണി ലെൻഡേഴ്സ്, അല്ലേ? അവരൊക്കെ സപ്പോർട്ട് ചെയ്തു. കമ്പനി ഭരണാധികാരികൾ നടപ്പാക്കിയ പുരോഗമനപരമായ സാമൂഹ്യ പരിഷ്കരണങ്ങൾ നിരാകരിക്കുന്ന പ്രക്ഷോഭകാരികളുടെ സമീപനത്തോടുള്ള എതിർപ്പ് കൊണ്ടാണ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ വിപ്ലവത്തോട് വിമുഖത പ്രകടിപ്പിച്ചത്. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ആധുനികവൽക്കരിക്കുമെന്ന് വ്യാമോഹിപ്പിച്ചു. വിപ്ലവകാരികൾ ഇന്ത്യയെ വീണ്ടും പിന്നോക്കാവസ്ഥയിലേക്ക് നയിക്കുകയാണെന്ന് അവർ അനുമാനിച്ചു. നമ്മൾ നോക്കുമ്പോൾ, മിലിറ്ററി പോയിന്റിൽ നോക്കുമ്പോൾ, സൈനികരമായി നോക്കുമ്പോൾ വിപ്ലവം പരാജയപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആധുനിക യുദ്ധോപകരണങ്ങളുടെ ദൗർലഭ്യമാണ്. അതായത് എന്തില്ലായിരുന്നു? യുദ്ധോപകരണങ്ങൾ ഇല്ലായിരുന്നു, ആധുനിക യുദ്ധോപകരണങ്ങൾ ഇല്ലായിരുന്നു. പിന്നെ പരിശീലനം ലഭിക്കാത്ത, അതുപോലെ നേതൃത്വമില്ലാത്ത ആൾക്കൂട്ടം മാത്രമായിരുന്നു വിപ്ലവകാരികൾ. അവർക്ക് ആവശ്യമായി സൈനിക പരിശീലനമോ ആയുധങ്ങളോ ലഭ്യമായിരുന്നില്ല. അതുപോലെ തന്നെ കലാപത്തിലേർപ്പെട്ട ആൾക്കൂട്ടത്തെ പോലെയാണ് വിപ്ലവകാരികൾ പലപ്പോഴും പെരുമാറിയത്. അതായത് കലാപത്തിൽ ഏർപ്പെട്ട അസംഘടിതമായ ആൾക്കൂട്ടത്തെ പോലെയാണ് വിപ്ലവകാരികൾ പലപ്പോഴും പെരുമാറിയത്. അപ്പോൾ വിദേശ ഭരണത്തെ പുറത്താക്കുക എന്ന ലക്ഷ്യം അവരെല്ലാവരും പങ്കുവച്ചു. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കാം. ഓഫീസുകളും അതുപോലെ തന്നെ പ്രാദേശിക തലത്തിലെ ഓഫീസുകളും തങ്ങളെ ബാധിക്കുന്ന റെക്കോർഡുകളും ഒക്കെ എന്ത് ചെയ്തു? നശിപ്പിച്ചു. കർഷകർ പൊതുവെ നിഷ്ക്രിയരായിട്ട് മാറി. കാരണം ഇനി എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് അവർക്ക് ഒരു രൂപമുണ്ടായിരുന്നില്ല. കാരണം ആരും അവരെ ഉപദേശിക്കാനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ഈ കലാപം പരാജയപ്പെടാനുള്ള കാരണങ്ങൾ സൈനികരമായ നോക്കുമ്പോൾ വിപ്ലവം എന്തായിരുന്നു? പരാജയമായിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആധുനിക യുദ്ധോപകരണങ്ങൾ ഇല്ലായിരുന്നു. പരിശീലനം ലഭിക്കാത്ത, അതുപോലെ തന്നെ കേന്ദ്രീകൃത നേതൃത്വമില്ലാത്ത ആൾക്കൂട്ടം മാത്രമായിരുന്നു വിപ്ലവകാരികൾ. ആവശ്യമായ സൈനിക പരിശീലനം അവർക്കില്ലായിരുന്നു. ആയുധങ്ങൾ ലഭ്യമായിരുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഒരു ഡിസിപ്ലിൻ ഇല്ലായിരുന്നു. ഓക്കെ, ഇനി വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ നോക്കാം. റിസൾട്ട് എന്താണ്? റിസൾട്ട് 1857 വിപ്ലവത്തിൻ്റെ റിസൾട്ട്. 1887 വിപ്ലവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനം ഇന്ത്യയിലെ ഭരണത്തിലുണ്ടായ മാറ്റമാണ്. ഓക്കെ, ഒരു നൂറ്റാണ്ട് കാലം നിലനിന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണം അവസാനിച്ചു. കമ്പനി ഔദ്യോഗികമായി ഇല്ലാതാവുകയും അതിൻ്റെ ഇന്ത്യയിലെ അധികാരം ബ്രിട്ടീഷ് രാജഭരണത്തിൽ നിക്ഷിപ്തമാവുകയും ചെയ്തു. ഇന്ത്യയിലെ ഭരണകാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കാനായി ഇന്ത്യ ഓഫീസ് എന്ന പേരിൽ ഒരു പുതിയ ഗവൺമെൻറ് എന്ത് ചെയ്തു? രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യ ഓഫീസ് എന്ന പേരിൽ ഒരു പുതിയ ഗവൺമെൻറ് സ്ഥാപനം എന്ത് ചെയ്തു? രൂപീകരിക്കപ്പെട്ടു. അതിൻ്റെ തലവനായ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇന്ത്യയിലെ ഭരണരീതികളും നയങ്ങളും രൂപീകരിക്കുന്ന ചുമതലയുള്ള ഉദ്യോഗസ്ഥനായി. അപ്പോൾ അതിൻ്റെ തലവനായ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇന്ത്യയിലെ ഭരണരീതികളും നയങ്ങളും രൂപീകരിക്കുന്ന ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിട്ട്
മാറി ഇന്ത്യയിലെ ഗവർണർ ജനറൽ എന്ന പദവി വൈസ്രോയ് എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു. എന്താണ് എൻ്റെ റിസൾട്ടിൽ വരുന്നതാണ്. എന്താണ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ എന്ന പദവി വൈസ്രോയ് എന്ന പേരിൽ പുനർനാമകരണം ചെയ്യപ്പെടുകയും ഇന്ത്യ ഓഫീസ് തീരുമാനിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായി മാറുകയും ചെയ്തു. അതുപോലെ തന്നെ ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഗവൺമെൻറ്റിനായുള്ള നിയമം. ഓക്കെ, ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഗവൺമെൻറ്റിനായുള്ള നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കി. ഒരു തരത്തിൽ കമ്പനിയുടെ ഭരണം അവസാനിച്ചത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ എന്തായി പ്രതികൂലമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. കമ്പനിയുടെ കുത്തക എന്ത് ചെയ്തു അവസാനിച്ചതോടെ നിരവധി ബ്രിട്ടീഷ് കമ്പനികൾ അവരുടെ യന്ത്രവൽകൃത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിച്ചതോടെ ഇന്ത്യൻ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ കമ്പോളമായിട്ട് മാറി. ബ്രിട്ടീഷുകാർ രാഷ്ട്രീയ അധികാരത്തിൻ്റെ തണലിൽ സാമ്പത്തിക താൽപ്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി പ്ലാന്റേഷൻ, റെയിൽവേ, സ്റ്റീമർ തുടങ്ങിയ മേഖലകളിൽ വൻതോതിൽ മൂലധനം നിക്ഷേപം നടത്താൻ തുടങ്ങി. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി അടിസ്ഥാനപരമായ പുനഃസംഘടിക്കപ്പെട്ടു. വിപ്ലവകാലത്ത് ആദ്യഘട്ടങ്ങളിൽ ഇന്ത്യൻ സൈനികർക്ക് വിജയം നേടാൻ കഴിഞ്ഞത് പ്രധാനമായും സൈന്യത്തിലെ യൂറോപ്യന്മാരുടെ കുത്തക അംഗസംഖ്യയായിരുന്നു എന്ന് കണക്ക് കൂട്ടിയ അധികാരികൾ ഇന്ത്യൻ സൈന്യത്തിലെ ബ്രിട്ടീഷ് വംശജരുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചു. അതുപോലെ തന്നെ പ്രാദേശിക മത വ്യത്യാസങ്ങൾ മറന്ന് ഇന്ത്യൻ സൈനികർ ഒരുമിച്ച് നിന്നു പോരാടിയതിൻ്റെ പശ്ചാത്തലത്തിൽ സൈന്യത്തിലെ ഇന്ത്യക്കാരെ മതപരമായും പ്രാദേശികപരമായും പ്രത്യേകം വിഭാഗങ്ങളാക്കി മാറ്റി. ഓക്കെ, അതുപോലെ തന്നെ വിപ്ലവത്തിൽ പങ്കെടുത്ത് മരണപ്പെട്ട ധീരകൃത്യങ്ങൾക്ക് വൻ പ്രചാരം ലഭിക്കുകയും അവരുടെ ഓർമ്മകൾ നൽകിയ പ്രചോദനം ഇന്ത്യൻ ജനതയിൽ ദേശീയബോധം വളർത്താൻ സഹായമാവുകയും ചെയ്തു. അപ്പോൾ അവരിൽ ഇന്ത്യൻ ജനതയിൽ എന്താ ചെയ്തു ദേശീയബോധം വളർത്താൻ സഹായകമായി തീരുകയും ചെയ്തു. ഇന്ത്യൻ ദേശീയത എന്ന സ്വപ്നം യാഥാർത്ഥ്യവൽക്കുന്നതോടൊപ്പം തന്നെ വൈദേശിക ആധിപത്യത്തെ ഇന്ത്യൻ മണ്ണിൽ നിന്നും പുറത്താക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന ബോധം ജനങ്ങളിൽ ഉണർത്താൻ 1857 വിപ്ലവത്തിന് കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യൻ മണ്ണിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന ബോധം ജനങ്ങളിൽ ഉണർത്താൻ 1857 വിപ്ലവത്തിന് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലെ സാമൂഹ്യ, സാമ്പത്തിക, മതകാര്യങ്ങൾക്ക് പ്രത്യേകം എന്ത് ചെയ്തു ശ്രദ്ധ നൽകി. അതുപോലെ തന്നെ ഇന്ത്യൻ മതവിശ്വാസങ്ങളിലും ആചാരങ്ങളിലും താൽക്കാലികമായെങ്കിലും ഇടപെടാതിരിക്കാൻ തീരുമാനപ്പെട്ടു. അതായത് ഇന്ത്യയുടെ മതകാര്യങ്ങളിൽ, അതുപോലെ തന്നെ മതവിശ്വാസങ്ങളിൽ, ആചാരങ്ങളിൽ ഇതൊക്കെ താൽക്കാലികമായിട്ട് ഇടപെടാതിരിക്കാൻ തീരുമാനിക്കപ്പെട്ടു. പിന്നെ പാരമ്പര്യത്തിൻ്റെയും അതുപോലെ തന്നെ ശ്രേണിബദ്ധതയിലും അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ ഇന്ത്യയിൽ തുടർന്നു കൊണ്ടുപോകാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനം. പുരോഗതിയിലേക്കുള്ള വാതായനങ്ങൾ അടക്കുകയായിരുന്നു. അതുപോലെ തന്നെ കമ്പനി ഭരണകൂടം നടപ്പിലാക്കിയിരുന്ന സ്വതന്ത്ര വ്യാപാരം ഇന്ത്യയിലെ പരമ്പരാഗത അധികാര ഘടനയെ തകർത്തതായി ബ്രിട്ടീഷ് ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ മതസഹിഷ്ണുതയും സാഹോദര്യവും പ്രഖ്യാപിക്കപ്പെട്ടു. മതസഹിഷ്ണുതയും സാഹോദര്യവും നിലനിർത്തുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. അതുപോലെ തന്നെ സിവിൽ സർവീസിലെ താഴ്ന്ന പദവികളിലേക്ക് ഇന്ത്യക്കാർക്ക് പ്രവേശനം അനുവദിക്കപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ സമീപനത്തിൽ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും
ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടപ്പിലാക്കിയിരുന്ന ഭരണ സമ്പ്രദായം തന്നെയാണ് ഇംഗ്ലീഷ് രാജ്യം തുടർന്നത്. അതായത് സമീപനങ്ങളിലൊക്കെ മാറ്റം വരുത്തിയെങ്കിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടപ്പിലാക്കിയിരുന്ന ഭരണ സമ്പ്രദായം തന്നെയാണ് എന്ത് ചെയ്ത് ബ്രിട്ടീഷ് രാജ്യം എന്ത് ചെയ്ത് തുടർന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 1857 റിവോൾട്ടാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ നോക്കാം എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം തന്നെ പഠിക്കണം. സാമൂഹികപരമായ കാരണങ്ങൾ, സൈനികപരമായ കാരണങ്ങൾ, പിന്നെ അതുപോലെ തന്നെ എക്കണോമിക്കൽപരമായിട്ട് സാമ്പത്തികപരമായ കാരണങ്ങൾ, രാഷ്ട്രീയപരമായ കാരണങ്ങൾ. ഓക്കെ, ഇതിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക, ക്ലിയർ ചെയ്യുക.